ഒരു തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഉയർച്ച കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും വിളിച്ചു പറ, മോശയ്ക്ക് വേണ്ടി ആ നൈൽ നദിയിൽ വഴിയെ വെട്ടിയ ആ നല്ല കർത്താവിന് നിന്റെ തലമുറയെ ഉന്നതമേറിയ സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ കഴിയും. മോശ എന്ന ഒരു വാഗ്ദത്ത തലമുറയെക്കുറിച്ച് വചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അവന്റെ ജനന സമയത്ത് ആ രാജ്യം മുഴുവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുകയും ഒരു ആൺ തലമുറ പോലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ആ സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾ അവനെ പ്രത്യേകമായി സൂക്ഷിച്ചു. അത് ദൈവത്തിന്റെ ഒരു കരുതൽ തന്നെയായിരുന്നു. അവന് മിണ്ടാൻ പോലുമുള്ള അവസരമില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ അവർ കരഞ്ഞില്ലെങ്കിൽ മാതാപിതാക്കളാകുന്ന നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ മോശ ഭവനത്തിനകത്തിൽ കരഞ്ഞാൽ അത് വലിയ വിഷയമായിരുന്നു. ഓരോ ദിവസവും കുഞ്ഞ് വളർന്നുകൊണ്ടേയിരുന്നു. 3-ാം മാസത്തിലേക്ക് എത്തിയപ്പോൾ ഇനി ആ കുഞ്ഞിനെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാതാപിതാക്കളുടെ പോലും ജീവന് ആപത്താണ് എന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുമ്പോഴും അവർ കരുതുന്നത് നൈലിൽ ഒഴുകി നടന്ന് ഇങ്ങോട്ടെങ്കിലും ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇവനങ്ങ് ഒഴുകി പോകട്ടെ എന്നുള്ള നിലയിലാണ് അവർ ആ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം പുറകിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ആ കുഞ്ഞു ഞാങ്ങണ പെട്ടകത്തിന് ചെറിയ കാറ്റടിപ്പിച്ച് അത് നേരെ ഫറവോന്റെ പുത്രി കുളിക്കുവാൻ കടന്നു വരുന്ന ആ കുളിക്കടവിന്റെ ആ സൈഡിൽ കൂടെ ഒഴുക്കുമാറാക്കി ആ തലമുറയെ ആ കൊട്ടാരത്തിനകത്തിലേക്ക് വിളിച്ചു കയറ്റി. നിയമം ശക്തമായി പ്രാബല്യത്തിലിരിക്കുമ്പോൾ ആ നിയമത്തെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന കരങ്ങളിലേക്ക് ഈ തലമുറയെ തമ്പുരാൻ എത്തിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു വലിയ കൂട്ടം ജനതയുടെ വാക്തത്വത്തിനും അടിമത്തത്തിനകത്തിൽ നിന്നുള്ള വ്യക്തമായ പുറപ്പാട് സാധ്യമായി തീരത്തക്ക നിലയിൽ ഇവനിൽ കൂടി വെളിപ്പെടേണ്ട വാക്തത്വം അത്രയും ശക്തിയുള്ളതാകുന്നത് കൊണ്ട് ആ തലമുറയെ കൊട്ടാരത്തിനകത്തിൽ കയറ്റി. കൊട്ടാരത്തിനകത്തിലെ വിദ്യാഭ്യാസവും സകല നന്മകളും എന്തിന്? ഈ കുഞ്ഞിപ്പോൾ പാല് കുടിക്കുന്നതിന് പോലും സ്വന്തം അമ്മയ്ക്ക് ശമ്പളം കിട്ടുകയാണ്. ആ ഒരു നിലവാരത്തിലേക്ക് ഈ കുഞ്ഞിനെ കർത്താവ് മാറ്റി എങ്കിൽ തലമുറകളെ കുറിച്ച് ഭാരപ്പെട്ട് തലമുറയുടെ ഭാവി എങ്ങും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മാതാവെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിശ്ചയമായും ആ തലമുറയെ നോക്കിയിട്ട് വിളിച്ചു പറ, വാക്തത്വം അവന്റെ തലമേൽ കിടക്കുന്നു. ആ വാക്തത്വത്തിന് അനുസരിച്ച് ഇവൻ തല ഉയർത്തിപ്പിടിച്ച് ഉയർന്ന് കയറി വരും. അതിന് ദൈവമാണ് വഴിയുണ്ടാക്കുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ കൂടെ വചനം പറയുന്നു, സമുദ്രത്തിൽ പാതയുണ്ട് എന്ന്. അങ്ങനെയല്ലേ കപ്പൽ മാർഗങ്ങൾ ഉണ്ടായി വന്നത്? അങ്ങനെയെങ്കിൽ ആ നൈൽ നദിയിൽ ഈ മാതാപിതാക്കൾ മോശയെ ഒഴുക്കി വിട്ടപ്പോൾ അവർക്കറിയത്തില്ലായിരുന്നു ഇതൊഴുകി ആ കൊട്ടാരത്തിന്റെ പടിവാതിക്കലേക്ക് ചെല്ലുമെന്ന്. ഒന്ന് ഞാൻ പറയട്ടെ, ഫറവോന്റെ പുത്രിക്ക് കൊട്ടാരത്തിനകത്ത് കുളിച്ചാൽ പോരായിരുന്നോ? അല്ലെന്നേ, ഈ പെട്ടകം നീ തന്നെ എടുക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഈ പെട്ടകം ഒഴുകി വരുന്ന സമയത്ത് ഫറവോന്റെ പുത്രിയെ അവിടെ ആ കുളിക്കടവിൽ കർത്താവ് ഒരുക്കി നിർത്തുകയാണ്. എന്തിനു വേണ്ടി? ഏറിയ വർഷങ്ങൾക്ക് പുറകിൽ അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിനോട് ഉലകത്തെ സൃഷ്ടിച്ച നല്ല കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിറപടിയായി നടത്തുവാൻ വേണ്ടി. ദൈവപൈതലേ, അങ്ങനെ ആണെങ്കിൽ നിന്റെ കുഞ്ഞിനെ കുറിച്ച്, തലമുറകളെ കുറിച്ച് ദൈവം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, വചനത്തിൽ കൂടെ നീ അത് വിശ്വസിക്കുന്നു എങ്കിൽ, ഒരു തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഉയർച്ച കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായി വിളിച്ചു പറ, മോശയ്ക്ക് വേണ്ടി ആ നൈൽ നദിയിൽ വഴിയെ വെട്ടിയ ആ നല്ല കർത്താവിന് നിന്റെ തലമുറയെ ഉന്നതമേറിയ സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ കഴിയും. ഇന്ന് വിദ്യാഭ്യാസത്തിലോ വാഗ്ദത്തത്തിലോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയും പ്രാപിക്കുവാൻ കഴിയാതെ എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നു എങ്കിൽ അവിടെ നിന്നിട്ട് വിളിച്ചു പറ, കർത്താവെ, ആ നൈൽ നദിയിൽ കൂടെ ആ മോശയെ ആ ഞാങ്ങണ പെട്ടകത്തിനകത്തിൽ കൂടെ ഒഴുക്കിക്കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ ആ പടിവാതിക്കിലേക്ക് എത്തിച്ച നല്ല കർത്താവെ, എന്നെ നിശ്ചയമായി അവിടെ നിന്ന് സഹായിക്കണം.
ആ ഒരു നിലയിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ വലിയ ചില ചാലനങ്ങളെ ചെയ്യിക്കുവാൻ കഴിയും. ഈ വചനത്തെ നിങ്ങൾക്കിന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വാസത്തോടെ ആമീൻ പറ. കർത്താവേ, എനിക്ക് വേണ്ടി ഇങ്ങനെ ചില വഴികളെ ഒന്ന് തുറക്കണേ. ഇതേ മോശ തന്നെയാണ് ചെങ്കടലിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടലിൽ പുതിയ വഴി തുറക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നീ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ മുമ്പോട്ട് കയറി നിന്നാൽ അവിടെ അസാധാരണമായ വഴികൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അവസാനമല്ല, അതാണ് നിന്റെ ജീവിതത്തിലെ വലിയ ആരംഭം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് കയറി കർത്താവ് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ശ്രേഷ്ഠതയേറിയ പദവികളിൽ എത്തിക്കുകയും ചെയ്യും. ആമേൻ.